ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂടുള്ള മട്ടൻ സൂപ്പ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? മട്ടൻ സൂപ്പ് എന്തുകൊണ്ടും നല്ലതാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള മട്ടൻ സൂപ്പ് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ രീതിയിലുള്ള മട്ടൻ സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം പഴയ രീതിയിലാണെന്നുണ്ടെങ്കിൽ വിറകടുപ്പിലൊക്കെ എടുക്കണം. ഇപ്പം ഇന്ന് കുക്കറിലാണ് കേട്ടോ മട്ടൻ സൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8-10 ചെറിയുള്ളിയും 8-10 വെളുത്തുള്ളി അല്ലിയും 2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്രയാണോ മട്ടൻ ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. മട്ടൻ്റെ എല്ലാം കേട്ടോ നമുക്ക് സൂപ്പിനായിട്ട് വേണ്ടത്. അപ്പം ഞാൻ മട്ടൻ്റെ ലെഗാണ് എടുത്തിട്ടുള്ളത്. ലെഗ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പിലേക്കൊന്നും അങ്ങനെ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ. നമ്മൾ സാധാരണ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിറകടുപ്പിൽ മൺകലത്തിലൊക്കെ വെക്കുന്നതിലേക്ക് വെറും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ പിന്നെ നമ്മളത് ഉപയോഗിക്കുന്ന നേരത്താണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ഒരു മട്ടൻ സൂപ്പ് പറഞ്ഞാൽ ഒരുപാട് ദിവസം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ. കൂടുതൽ വെള്ളം അതിലേക്ക് ഇങ്ങനെ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നതിനനുസരിച്ചിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അങ്ങനെ ആ ഒരു എല്ല് പൊടിയുന്നത് വരെ വേവിച്ചെടുക്കും കേട്ടോ. ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാക്കി കുടിക്കും ഈ ഒരു സൂപ്പ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ സൂപ്പിലേക്ക് ഉപ്പ് ഇതുപോലുള്ള മട്ടൺ സൂപ്പ് റെഡിയാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കില്ല എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഉപ്പ് ചേർത്താൽ അതിൻ്റെ ഫലം കിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഉപ്പുള്ള സാധനങ്ങൾ കഴിച്ച് ശീലമായവർക്ക് ഉപ്പില്ലാതെ ഇത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മണിക്കൂറാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് എത്ര വേവിച്ചാലും വേവ് കൂടി പോകുന്ന കുഴപ്പം വരുന്നില്ല. നന്നായിട്ട് വെന്ത് ആ ഒരു എല്ലിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരണം കേട്ടോ. അങ്ങനെ നമ്മളിത് വേവിച്ചെടുക്കണം. സാധാരണ നമ്മൾ ഒരു വിറകടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3-4 ദിവസം വെച്ച് ആ ഒരു എല്ലൊക്കെ പൊടിഞ്ഞ് വരുന്നത് വരെ വേവിച്ച് എടുക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മട്ടൺ സൂപ്പ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വേവിച്ചെടുത്തിട്ടുള്ള സൂപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ എല്ലൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കുഴൽ പോലുള്ള എല്ലിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബാക്കി ചെറിയ എല്ലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എത്ര സൂപ്പാണോ സെർവ് ചെയ്യുന്നത് അത്രയും നമ്മൾ അതിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്കാണ് കേട്ടോ നമ്മളിത് ഉള്ളി മൂപ്പിച്ചിടുന്നത്. വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലുള്ള സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വെതറിയിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് എല്ലാവരും സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്